Alhamdulillah. Wassalatu wassalamu ala rasulihil amin wa ala alihi wa sahbihi ajma'in. Allahumma salli ala sayyidina Muhammad wa ala ali sayyidina Muhammad. വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂത്ത് ഇന്ത്യ ജിദ്ദയുടെ പ്രഖ്യാപന സമ്മേളനത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം യുവതയും യുവത്വവുമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റത്തിന്റെ ചാലക ശക്തികളാണ് യുവാക്കൾ എന്ന് നമുക്കറിയാവുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ധാർമ്മിക ബോധവും സത്യസന്ധവുമായ ഒരു യുവത ഒരു സമൂഹത്തിന്റെ പരിണിതിയും വിജയവും പരാജയവും നിർണയിക്കുന്നു എന്നുള്ള ഒരു സത്യം നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. യുവതയുടെ അരാഷ്ട്രീയവൽക്കരണം ആ സമൂഹത്തിന്റെ നാശത്തിലേക്കാണ് എത്തിച്ചേരുക എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, എവിടെയൊക്കെ യുവത രാഷ്ട്രീയമായും സംഘടിതമായും മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെ ആ കാലഘട്ടങ്ങളിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും ചരിത്രവും വർത്തമാനകാല സംഭവ വികാസങ്ങളും വെച്ച് നോക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നമുക്കറിയാം, 25-നും 35-നും ഇടയ്ക്ക് വരുന്ന ചില ചിന്തകളും ചില സംഗതികളും മാത്രമാണ് യുവത എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായി ചില മുതലെടുപ്പുകൾക്ക് മാത്രമുള്ളതാണ് യുവത എന്ന് വരുത്തി തീർത്തിക്കൊണ്ട് യുവതയെ ഉപയോഗപ്പെടുത്തുകയും അതിനുശേഷം ചില സിംബലുകളിലേക്കും ചില മുതലാളിത്ത സംഗതികളിലേക്കും എടുത്തെറിഞ്ഞപ്പെട്ടുകൊണ്ട് BMW-യും ഐപാഡും ഐഫോണും അങ്ങനെയുള്ള ചില സിംബലുകളിലേക്ക് അവരെ എടുത്തെറിഞ്ഞുകൊണ്ട് ഷണ്ഡീകരിക്കപ്പെടുന്ന ഒരു ചിത്രം നമുക്ക് നാട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സംഭവങ്ങൾ ആ ഒരു നാട്ടിലെ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ ഇല്ലാതാക്കി എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ 120 കോടി ജനങ്ങളിൽ കർഷകർ കൂടുതലുള്ള ഒരു നാട്ടിൽ അവിടെ കർഷക ആത്മഹത്യ വളരെ കൂടുതലായി നടക്കുകയും ആ നാട്ടിലെ പട്ടിണിപ്പാവങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഐശ്വര്യ റായിയുടെ പ്രസവ വേദനയായിരുന്നു നമ്മുടെ നാട്ടിലെ യുവതയുടെ പ്രശ്നം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ബജറ്റ് അവതരിപ്പിക്കുകയും യുപിയിലൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭത്തിൽ നമ്മുടെ ചാനലുകളും നമ്മുടെ മറ്റ് പത്രപ്രവർത്തകരും പത്രമാധ്യമങ്ങളും ഒക്കെ വിശേഷിപ്പിച്ചത് 100 കോടിയുടെ പ്രശ്നം സച്ചിൻ ടെണ്ടുൽക്കറുടെ 100ാമത്തെ സെഞ്ചുറി മാത്രമാണ് എന്നതിലേക്ക് ചുരുക്കിയ ഒരവസ്ഥ നാം കണ്ടു. ഇങ്ങ് പ്രവാസ ലോകത്തേക്ക് കടന്നു വന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. പ്രവാസികളായ യുവത അവര് നാട്ടിൽ നിന്ന് ഇവിടെ എത്തുന്നതോടുകൂടി തങ്ങളുടെ ജോലിയും സ്വകാര്യതയുമായി മാത്രം ഒതുങ്ങിക്കൊടുകയും സോഷ്യൽ നെറ്റ്വർക്ക് സംഗതികൾ വന്നതോടുകൂടെ അവരുടെ പ്രതിഷേധവും പ്രകടനങ്ങളും ഒക്കെ ചാറ്റിങ്ങിലും ഷെയറിങ്ങിലും അതിന്റെ ലൈക്കിലും ഒക്കെ ഒതുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അത്തരമൊരു സന്ദർഭത്തിലാണ് യൂത്ത് ഇന്ത്യക്ക് യുവതകളോട് സംവദിക്കാനുള്ളത്. ധാർമ്മിക മൂല്യത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഒരു യുവതയെ അവർക്ക് കഴിയുന്ന ഈ പ്രവാസത്തിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് യൂത്ത് ഇന്ത്യ ആലോചിക്കുകയും അതിന് രാഷ്ട്രീയ ഈ സദസ്സിൽ ഇവിടെയുള്ള രാഷ്ട്രീയ മത സാംസ്കാരിക മണ്ഡലങ്ങളിലുള്ള സകല ആളുകളെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ വേദി സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാ ആളുകളെയും ഒരു മാലയിൽ കോർത്തിണക്കിക്കൊണ്ട് സക്രിയമായ ഒരു യുവതയുടെ വീണ്ടെടുപ്പ് എങ്ങനെ സാധിക്കും എന്നുള്ള ഒരു ചർച്ച യൂത്ത് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഒരു മാസക്കാലമായി യൂത്ത് ഇന്ത്യ പ്രവാസ യൗവനത്തിന്റെ വീണ്ടെടുപ്പ് എന്ന വിഷയത്തിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി ഞങ്ങളുടെ ചുരുങ്ങിയ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സഹായ പദ്ധതികൾ, ഭാഷാ ക്ലാസുകൾ, ചർച്ചാ വേദികൾ, അതുപോലെ തന്നെ കായിക മത്സരങ്ങൾ എന്നിങ്ങനെ യുവസമൂഹത്തിനെ എങ്ങനെയൊക്കെ മാറ്റത്തിന് വേണ്ടി വളർത്തിയെടുക്കാൻ ധാർമ്മിക മൂല്യബോധമുള്ളവരാക്കി മാറ്റാൻ സാധിക്കും അതിന്റെ ഒരു ചുവടുവെപ്പിന് നാന്ദി കുറിക്കപ്പെടുകയുണ്ടായി. അത്തരം ഒരു പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ എന്നിലർപ്പണമായ കർത്തവ്യം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഞാൻ ആമുഖമായി കൂടുതലൊന്നും പറയാതെ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് യൂത്ത് ഇന്ത്യ നോർത്ത് ചാപ്റ്റർ പ്രസിഡന്റ് ഫസൽ കൊച്ചി അവറുകളാണ്. അദ്ദേഹത്തെ ആദ്യമായി ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.